ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു വലിയൊരു അത്ഭുതം അണക്കരൊരിക്കലുണ്ടായി. അമ്മയുടെ മകളുടെ കൊച്ചുകാട്ടിൻ്റെ അടുത്തൊരു അപ്പം മരിച്ചു പോയത്, പാവപ്പെട്ട ദരിദ്ര കുടുംബം. ശരിക്കും 3-4 പേരോളം ആ കുടുംബം, 3 പേരോളം മാനസിക രോഗികൾ, 4 പേരോ, 5ാമത്തെ ഒരു മോളാണ്. ആ മകൾക്ക് മാത്രമുള്ള മാനസിക രോഗം ഇല്ലാത്തത്. അവസാനം അതിൻ്റെ ഈ അമ്മ ഏതോ ഒരു കോൺവെൻറ്റിലൊക്കെ പോയി പണിതൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ കുടുംബത്തെ പോറ്റുന്നേ. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും കുടുംബം, പാവപ്പെട്ട കുടുംബം, ദരിദ്ര കുടുംബം. അപ്പോൾ ഈ ഇളയ മകളെ എങ്ങനെയോ, അതിന് മാത്രം വലിയ കുഴപ്പമില്ല. അതിൻ്റെ അവസാനം കല്യാണം നടന്നു. 1 വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ഒരു ദിവസം ഈ മകളെയും മകളുടെ കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്തിട്ട്, അമ്മയ്ക്ക് ഒരു 70-75 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് സ്ഥിരം അവിടെ ഇങ്ങനെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു അമ്മയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കൊച്ചുമായിട്ട് ഇങ്ങനെ അടുത്തെത്തിയേ. അപ്പോൾ അമ്മ ഇങ്ങനെ അച്ഛാ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, വലിയൊരു പ്രശ്നം. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി അച്ഛാ, വേറൊന്നും വേണ്ട. ഈ വിശ്വാസം എന്നുള്ള സംഭവം ഭയങ്കരമാണ്. അത് ശിശുക്കൾക്കല്ലേ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ, അല്ലെ? ബുദ്ധിമാന്മാരെന്നും ജ്ഞാനികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നല്ലേ മത്തായി 11:25-26. പിതാവേ, നീ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴിങ്ങനെ കൊണ്ട് അപ്പോൾ ഈ എൻ്റെ അടുത്തു അതിന് അച്ഛായി കുഞ്ഞിന് പറഞ്ഞു, അവൻ എന്ത് പറ്റിയ അമ്മ? കൊച്ചിൻ്റെ കഴുത്തിന് അസ്ഥിയില്ല, അസ്ഥി ഉറച്ചിട്ടില്ല, അസ്ഥിയില്ല. ഇങ്ങനെ എന്നിട്ട് ഈ അമ്മ എന്താ ഇത്, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം അമ്മ ഈ കൊച്ചിൻ്റെ തലയുടെ ഭാഗത്തുള്ള അമ്മ കൈ വെച്ചിട്ടുണ്ട്. കൈ ഇങ്ങെടുത്തേ വട്ടോടിഞ്ഞെടുക്കുക, കറങ്ങ ഇങ്ങനെ. എനിക്ക് ഞാൻ പെട്ടെന്ന് പിടിക്കാൻ പറഞ്ഞു. കഴുത്ത് അസ്ഥിയില്ല. ചികിത്സിച്ചിട്ട് ഭേദമാകുമോ അറിയില്ല അച്ഛാ, അത് ഇതിനെന്ത് ചികിത്സ, ഞങ്ങൾ ആകെ പാവപ്പെട്ടൊന്നുമില്ല. അച്ഛൻ പ്രാർത്ഥിക്കുക അച്ഛാ, ഇങ്ങനെ വിശ്വാസം നിൽക്കുകയാണ്. ആ ഫെയ്ത്ത് കാണാം. ബൈബിളിൽ ഈ പൗലോസ്ലേ പറഞ്ഞല്ലേ, മുടന്തൻ്റെ നേരെ നോക്കിയിട്ട് അവന് സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, നീ എഴുന്നേക്കാൻ പറയും. സൗഖ്യം പ്രാപിക്കാൻ അവനിൽ വിശ്വാസം കണ്ടിട്ടേ. പൗലോസ് പ്രാർത്ഥിച്ചാൽ സുഖം പ്രാപിക്കുമെന്ന് സംശയമില്ലാത്ത വിശ്വാസം ആ മുടന്തന് ഉണ്ടെന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ പറഞ്ഞു. എഴുന്നേക്കാൻ പറയുമ്പോൾ അവർ കാലുകൾ നിവർന്നവർ നിൽക്കുന്നുണ്ട്. ഇതുപോലെ സംഭവം ഞാൻ കുരിശ് വെച്ചു. അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ, എനിക്കും വിശ്വാസമുണ്ട്. ദൈവമുണ്ട്. 2 വിശ്വാസം കൂടെ കൂട്ടിമുട്ടിയാലേ അവിടെ കർത്താവിൻ്റെ വചനം മാംസം ധരിക്കുള്ളേ. ക്രിസ്തു ലോർഡ്. ശബ്ദമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ നമ്മൾ തെളിച്ചു കുരിശ് വരച്ചു റബ്ബ വെക്കും. അമ്മ കർത്താവ് സുഖപ്പെടുത്തിക്കോളും. സന്തോഷം വെച്ചാൽ ഭയങ്കര ഹാപ്പി പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയ മക്കളെ, എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. മക്കളെ, ആ പോയ വഴി തന്നെ കർത്താവ് ഈ കുഞ്ഞിൻ്റെ കഴുത്തേൽ അസ്ഥികൾ പിടിപ്പിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടൊരു സംഭവം. എനിക്ക് സാധാരണക്കാരുടെ സുവിശേഷം പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാധാരണക്കാരുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ അസാധാരണ മിറക്കിളുകൾ കാണാവേ. കാരണം അവർക്ക് അസാധാരണമായ എന്തുണ്ട് പറഞ്ഞേ, വിശ്വാസമുണ്ട്. അസാധാരണമായ വിശ്വാസം. നമ്മളൊക്കെ അതിന് മുമ്പ് വട്ടപൂജ്യമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നിന്നു. ദൈവമേ, ഇത് കാണാൻ എനിക്കെങ്ങനെ നീ കൃപ തന്നു, അതിനുള്ള യോഗ്യത എനിക്കൊന്നുമില്ല. ഇത്തിരി സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനുഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയ്ക്കുന്ന സമയമാണ്. നിങ്ങളുടെ വിശ്വാസം ഈ സമയത്ത് എൻ്റെ ബന്ധനം അഴിയട്ടെ എന്ന് അച്ഛൻ കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ എനിക്ക് വിദേശത്ത് വെച്ചൊരു രസകരമായ എൻ്റെ ഒരപ്പനമ്മയും കൂടെ അവരുടെ നിരീശ്വരവാദിയായ പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല, വിശ്വാസമില്ല, സയൻസാണ് ദൈവമെന്ന് കരുതുന്ന ഒരു മോന് അവരുടെ മകനുമായിട്ട് എൻ്റെ അടുത്ത് അവൻ താല്പര്യം. അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ക്ലാസ്സൊന്നും കേൾക്കാൻ താല്പര്യം എനിക്കില്ല കേട്ടോ. നേരെ കുഴപ്പമില്ല, എനിക്കൊരു വിശ്വാസമുണ്ട്. ചില സമയം നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി, അടുത്ത് നിൽക്കുന്നതിന് വിശ്വാസം കിട്ടും. വിശ്വാസം പകരുന്നതാണ്. വിശുദ്ധി ഉണ്ടെങ്കിൽ അത് പകരും, പ്രാർത്ഥനയുണ്ടെങ്കിൽ അതും പകരും. അമ്മയ്ക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ മക്കളിലേക്ക് പകരും, അപ്പന് വിശ്വാസം ഉണ്ടെങ്കിൽ പകരും. ഇല്ലാത്തത് പകരിയല്ലോ കേട്ടോ, ഇല്ലാത്തത് പകരിയല്ലോ, ഉള്ളതേ പകരുള്ളൂ. അപ്പം ഇവനിങ്ങനെ നിരീശ്വരവാദിയൊക്കെ ഒന്നിരിക്കുക.
അപ്പം ഇവൻ വന്നു, മോനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല മിടുക്കനാണ് അവന് 10-22 വയസ്സ് വരെ ഉണ്ട്. എനിക്കൊന്ന് മെഡിസിൻ എന്തോ പഠിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധി. ഭാഷ അവൻ ഇംഗ്ലീഷാണ് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിനക്കൊണ്ട് പ്രാർത്ഥിച്ചോട്ടടാ. അവൻ കുസാരൊന്നുമില്ല. അമ്മ പറഞ്ഞു, ഞാൻ അപ്പനമ്മ ഞാൻ ആദ്യം പുറത്താക്കി, കാരണം അവരെന്നാൽ അവരുടേത് ഇങ്ങോട്ട് കയറും. യേശു ആരാധന. അതിനുശേഷം ഇവൻ്റെ തലയൊക്കെ വെച്ച് കുറച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു അടയാളോ ഒന്നും പ്രത്യേകിച്ചുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ പരിശുദ്ധം പിടിക്കും. എനിക്ക് എൻ്റെ ആത്മാവിൽ എന്നോട് ഈശോ പറഞ്ഞു, നീ ഇങ്ങ് പകർന്നേ, വിശ്വാസം പകർന്നേ, കൊടുക്കാണെ കിട്ടുമെന്നേ, എൻ്റെ ശ്വാസം കിട്ടുമെന്നേ, എനിക്ക് പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ സ്തുതിച്ചു മോനെ. അവനെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. വളരെ പക്ഷെ ഞാൻ അവർ ശ്രദ്ധിച്ചു, അവന് നല്ലൊരു കൊച്ചാണ്, നിഷ്കളങ്കന. അവന് വളരെ നമ്മൾ ആരെയും ഹരാസ് ചെയ്യുന്ന ടൈപ്പൊന്നുമല്ല, കളിയാക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഒരു ബഹുമാനം, റെസ്പെക്റ്റ് ഉണ്ട്. അത് തന്നെ ഒരു പുണ്യമാണ്. പ്രാർത്ഥിച്ച് മോനോട് വിശേഷം ഞാൻ പറഞ്ഞു ജസ്റ്റ്. അപ്പം എനിക്കൊരു ഈശോയുടെ മോനെ ഈശോ. അപ്പം ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്. അപ്പോൾ ഈശോ ഞാൻ പറഞ്ഞു, മോനെ നിനക്കൊന്ന് കുമ്പസാരിക്കാടാ, അച്ഛൻ്റെ ആഗ്രഹം കുമ്പസാരിക്കുക അച്ഛാ. പ്രസിലോഷ് വിശ്വാസം പകരാൻ തുടങ്ങി. പ്രസിലോഷ് അവൻ നേരെ പോയി കുമ്പസാരിച്ചു. ഞാൻ കുമ്പസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഓ അച്ഛാ പ്രസിലോ. അപ്പം പറഞ്ഞു ഹല്ലേലൂയ. വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വീണ്ടും ഈശോ ചോദിച്ചു, മോനെ നിൻ്റെ പഠിത്തത്തിൽ എനിക്ക് ഇന്ന സബ്ജക്റ്റ് പ്രശ്നമുണ്ട്, അറിയാം നിങ്ങൾ ചോദിച്ചു. നമ്മുടെ ഒറ്റ കരച്ചില്ല, എൻ്റെ അച്ഛൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫെയ്ത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പ്രസലോ. അതിനുശേഷം ഞാൻ അൾത്താരെ കയറി സുവിശേഷം തുടങ്ങിയപ്പോണ്ടേ ഇവൻ വന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഒന്നാമത്തെ കസേര വന്നിരുന്നു കൊണ്ട് അവൻ വചനം കേൾക്കാൻ തുടങ്ങി. പ്രസലോ. ഹല്ലേലൂയ. ഡെലിവറൻസ് പ്രയർ ഇപ്പം ഇവൻ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ നീ എന്നെ ഒന്ന് സഹായിക്കാം അവിടെ. പ്രസിലോ സഹായിക്കുക വെച്ചാൽ ഞാൻ തിരിച്ചു വരാറപ്പോൾ ഇവൻ എൻ്റെ ഒരു ആത്മസുഹൃത്തായിട്ട് മാറി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ ദൈവവിശ്വാസമുണ്ടെങ്കിൽ പകരാൻ പറ്റും, ഇല്ലെങ്കിൽ പകരാൻ പറ്റില്ല. ഇത് പലർക്കില്ല. അറിവുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. ഞാൻ അവനോട് ഒരു ദൈവശാസ്ത്രം പറഞ്ഞു, ഒന്നിനും പറഞ്ഞില്ല. ഈശോയെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. കൂടെ അല്പനേരം പ്രാർത്ഥിച്ചു. അവന് പ്രാർത്ഥിക്കാൻ ഒട്ടും അറിയത്തുമില്ല. എൻ്റെ അപ്പനമ്മയും വലിയ ആൾക്കാരൊക്കെ. അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന, പക്ഷേ അപ്പനൊട്ടും വിശ്വാസമില്ലേ. അപ്പം ഇവനും ഫെയ്ത്ത് കംപ്ലീറ്റ്. ഇവൻ സയൻസാണോ ദൈവം, വേറൊന്നും ദൈവം ഇല്ലെന്ന് കരുതുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനൊടിക്കാൻ ഒരു കൊന്തയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ശ്രവണിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ സ്തുതിച്ച്. പ്രിയപ്പെട്ട മക്കളെ, ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ, അരൂപി നിറയട്ടെ. അരൂപി നിറഞ്ഞിട്ട് നിങ്ങൾ പോകണം. അരൂപി നിറഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പം ഉണ്ട് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരെ പുറകെ വീണ്ടും കൈയടിച്ച് നന്നാട്ട് കടിച്ച് മൊത്തം കെട്ടുമായിട്ട് ബന്ധനം കഴിയട്ടെ, പശാശി ശക്തി കഴിയട്ടെ, അഴിയട്ടെ. സ്തുതിക്കുന്നു നന്നാട്ട് കടിച്ച് കട്ടയിട്ടായിട്ട് ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ കയ്യൊക്കെ അടിച്ച് പാട്ട് പാടുക അല്ലെങ്കിൽ സ്തുതിക്കുക എന്നൊക്കെ നമ്മൾ ഇതൊക്കെ എളിമപ്പെടാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതാകണേ. നമ്മളൊക്കെ വേറെയോ മുകളിങ്ങനെ കയറിയിരിക്കുകയാണ്. ഈ സക്കയൂസിനെ നന്നാക്കാൻ കർത്താവ് കൊണ്ട് നീ താഴോട്ടിറങ്ങാൻ പറഞ്ഞ് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക. പണത്തിന്റെ മുകളില്, സ്ഥാനമാനങ്ങളുടെ മുകളില്, ബുദ്ധിയുടെ മുകളില്, അറിവിന്റെ മുകളില്, പുസ്തകങ്ങളുടെ മുകളില്, പാപത്തിന്റെ മുകളിൽ കയറിയിരിക്കുക. നീ ഇറങ്ങു. കം ഡൗൺ. ഞാനെന്ന പാപം എല്ലാം അറിയാം, പക്ഷേ ഞാൻ പറഞ്ഞു സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ടെന്നേ ഈശോണ്ടോ. കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. മോന് നല്ല മാർക്ക്, ടോപ്പ് റാങ്ക്. കഴിഞ്ഞ ആളൊരു അമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട്, എൻ്റെ മോള് ഒരു അക്രൈസ്തവനായ ഒരുത്തൻ്റെ കൂട്ടത്തിൽ പോയി. അവൾ നല്ല മാർക്ക് ജയിച്ചായിരുന്നു. അതാണല്ലോ ആദ്യം പറയുന്നത്. നല്ല ആ കൊച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷമുണ്ട് കേൾക്കാനേ. ആ കൊച്ചിന് നല്ല മാർക്കാണ്, എല്ലാത്തിനും A+ കിട്ടിയ കൊച്ച്, റാങ്ക് ഹോൾഡർ, എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന കൊച്ച്. തമ്പുരാൻ വിളിക്കുമ്പം ഇറങ്ങി താഴെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ താഴെ വീഴുവേ. ഈശോ വിളിക്കുമ്പോൾ എളുപ്പപ്പെട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ട് വന്നില്ലെങ്കിൽ അവൻ തനിയെ താഴെ വീഴുവേ, തകർന്നു പോവേ, ജീവിതം തകർന്നു പോവേ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനം മൊത്തമായിട്ട് പോരാന്നേ, നന്നാണ്ടി അടിച്ച് കർത്താവ് പറയട്ടെ. പോരാ, ഉച്ചത്തിൽ
സ്തുതിക്കുന്നു ഉച്ചത്തിൽ. അഭിഷേകത്തെ പറയും ഹല്ലേലൂയ. രണ്ട് കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മ സ്നാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ, വിശ്വാസം കിട്ടാൻ പ്രാർത്ഥിക്കട്ടെ, കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ, ഈ നിങ്ങളുടെ ആത്മാക്കൾ രക്ഷപ്പെടട്ടെ. അതായത് മത്തായി 6:30 ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി മനുഷ്യക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് സ്വർണ്ണമല്ല വെള്ളിയല്ല വേണ്ട. അതുകൊണ്ടൊന്നും ഇനിയുള്ള കാലം നോക്കി ഉച്ചനെ കഴിയുമ്പോൾ ഈ സ്വർണവും വെള്ളിയും കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പണം ഉണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ആരെയും തന്നെ നോക്കാനും ശ്രദ്ധിക്കാനും. പണം ഉണ്ടായിട്ട് ഒരു കാലം വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടംപോലെ മക്കൾ എത്രയാണോ അത് തിരിഞ്ഞു നോക്കാത്തതുണ്ട്. അപ്പൊ പണം വെള്ളിയും സ്വർണവും കൊണ്ടൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വല്ലതും ചെയ്യണമെങ്കിൽ നിനക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീയോ നിൻ്റെ കുടുംബമോ മക്കളോ നാട്ടുകാരോ സഭയോ മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളി സ്വർണ്ണമൊക്കെ വിട്ടിട്ട് ഈശോ വേണം കൂടെ. പത്രോസ് പറഞ്ഞത് വെള്ളി സ്വർണ്ണം എൻ്റെ കൈ, സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക്. പത്രോസ് പറഞ്ഞാണ് വെള്ളി സ്വർണ്ണം. ഇത് തന്നെ പൗലോസ്ലീഹ ഇത് തന്നെ പറയുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് പത്രോസിനോട് കിട്ടിയ അഭിഷേകമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിൻ്റെ മക്കളൊന്ന് കൈയടിച്ച് പോരാ, ഉച്ചത്തിൽ ആമേൻ. പൗലോസ്ലീഹയ്ക്ക് പത്രോസിനോട് കിട്ടിയ അഭിഷേകം വെള്ളിയല്ല സ്വർണ്ണമല്ല വേണ്ടത്, ഈശോയാണ് വേണ്ടതെന്ന് കിട്ടി. അതാണ് അപ്പോസ്തലപ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 33 32 33. നിങ്ങളെ ഞാൻ കർത്താവിനെ അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അവിടെ പറയാം പൗലോസ് വെള്ളിയും ഇല്ല സ്വർണ്ണം. അപ്പം ശരിക്കൊരു കാര്യമുണ്ടേ, പരിശുദ്ധാത്മാവുള്ളവൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിശുദ്ധാത്മാവില്ലാത്തവന് ഇതെല്ലാം വേണം പിടിച്ചു നിൽക്കാൻ. സമൂഹത്തിലും നാട്ടിലും പിടിച്ചു നിൽക്കാൻ വെള്ളി സ്വർണവും വേണം. പക്ഷേ ഈ വെള്ളി സ്വർണവും കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വെള്ളി സ്വർണം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പണം, അതാണല്ലോ 1 തിമോത്തി 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. വെള്ളി സ്വർണ്ണം പൗലോസ്ലീഹയ്ക്ക് അഭിഷേകം കിട്ടിയവരല്ല ഇത് കളയും കേട്ടോ. അഭിഷേകം കിട്ടിയ ജീവിതത്തിൽ നിന്ന് അവർ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ലോകത്തിൻ്റെ ലൗകികമായ ആഗ്രഹങ്ങൾ, പേരിന് പെരുമ പ്രശസ്തി കളയുക, പരിശുദ്ധാത്മാവ് നിറയുക, പരിശുദ്ധാത്മ സ്നാനം നിറയുക. അപ്പോൾ അതിനോട് നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തകർന്നു പോകുന്ന കാലഘട്ടമാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും വഴിവിട്ട ബന്ധങ്ങൾക്കും ഒരുപാട് അശുദ്ധിക്കും സങ്കടപ്പെടാറുണ്ട്. ചിലപ്പോൾ ധ്യാനം നടത്തുമ്പോൾ നമുക്ക് വിഷമം തോന്നും. മനുഷ്യനെങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യനെങ്ങോട്ടും ഒരിടത്ത് കുഴപ്പമില്ല, സാറില്ല. ബൈബിളിൽ വചനമുണ്ടല്ലോ, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പ്രവചിക്കുന്ന പ്രവാചകന് ദുരിതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില പ്രവാചകന്മാരുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല, പക്ഷേ ഉള്ളുമുഴ ചീഞ്ഞ് കിടക്കയോ, മദ്യവും സെക്സും എല്ലാം കിടക്കുക. അവരെല്ലാം ഉണ്ട്, അവൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, ലോകത്തിലെ വഴിവിട്ടതെല്ലാം ഉണ്ട്. പക്ഷേ ഒരാളെ മാത്രം സ്വന്തമാക്കിയിട്ടില്ല, ഉത്തിതനായ ഈശോയെ മാത്രം സ്വന്തമായി. ഏറ്റവും പരമപ്രധാനമായതൊന്നേ ഉള്ളൂ, ഈശോ മാത്രം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കൈയടിക്കാമോ മക്കളെ? കൈയടിച്ച് കർത്താവ് നന്ദി പറയാമോ? അല്പം കൂടെ സ്വരം എടുത്തിക്കേ, ഉച്ചത്തിൽ കൈയടിച്ച്. ഗലാത്യ ലേഖനത്തിൻ്റെ 4:19 പൗലോസ്ലീഹ ഗലേഷ്യൻസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുക, ഉത്ഥിതന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ അന്തരീക്ഷം, സന്ധിക്കുള്ള പ്രാർത്ഥന, ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം, ഇതൊക്കെ കഴിയുമ്പോൾ എന്നിലും നിങ്ങളുണ്ടാണ് സ്വർണവും വെള്ളിയും കൂടാൻ വേണ്ടിയല്ല അവിടെ ധ്യാനം കൂടാൻ വന്നത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവ് കൂടിയിട്ട് കാര്യമില്ല, പ്രശ്നം തീരില്ല. പ്രശ്നം തീരണമെങ്കിൽ ഈശോ മിശിഹ ഉണ്ടാകണം, ഈശോ മിശിഹ ഉണ്ടാകണം, ഉത്ഥിതന്റെ സാന്നിധ്യം ഉണ്ടാകണം, ഈശോ മാത്രം. ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ സ്നേഹിതനായ ഒരു അച്ഛനോടെയും പറഞ്ഞ അണക്കര ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പറയായിരുന്നു, ഞാൻ 11 വർഷം ശ്രദ്ധിച്ചത്, സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. പലപ്പോഴും അഡ്മിനിസ്ട്രേഷനിൽ പോലും ഉണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, കോമൺ ആവശ്യം. മറ്റു കാര്യങ്ങൾക്കൊന്നും പല അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ,
സുവിശേഷത്തിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എൻ്റെ മിനിസ്ട്രിയെ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു, വേറെ ഒന്നിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എൻ്റെ വിളിയെ അതായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമായിരുന്നു. എൻ്റെ വിളിയുടെ ദൗത്യം അതാണെന്ന് എനിക്കറിയാം. വേറൊന്നിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് പരിശുദ്ധമെന്ന് പറയും, വേറൊന്നിനെ ശ്രദ്ധിക്കരുത്. അതായത് ബൈബിളിൽ പറയുന്ന പോലെ പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. മറ്റു കാര്യങ്ങൾ തലയിടാതെ നിന്ന് ഞാൻ ഒരു കാര്യത്തിലും ഇടപാടാതെ ഒരു ടൂറിന് പോലും പോയിട്ടില്ല. വിദേശരാജ്യം ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. പോയി ഇറങ്ങി ശുശ്രൂഷ കഴിഞ്ഞു, അടുത്ത വണ്ടി കയറി തിരിച്ചു ഇവിടെ എത്തും. ഒരിടത്തും കറങ്ങാൻ പോയിട്ടില്ല. കാരണം ശ്രദ്ധ മാറരുത്. എന്തിനു വേണ്ടി ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിനെ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യുമ്പം അവൻ്റെ ശ്രദ്ധ മാറരുത്. ശ്രദ്ധ മാറരുത്. കോൺസെൻട്രേഷൻ ആത്മാക്കളെ മാത്രം. അത് മാത്രമാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, പക്ഷേ കാര്യമില്ല. പക്ഷേ വേണ്ടത് പത്രോസിയ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൻ്റെ, ഞങ്ങൾക്കുള്ളത് നിനക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവാണ് ഞങ്ങൾക്കുള്ളത് ഉണ്ടെന്നറിയാം. എത്ര പേർക്ക് ഇവിടെ വലതുകരം ചങ്കി കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയാം, യേശുക്രിസ്തു ഉണ്ട് എൻ്റെ കൂടെ. എനിക്ക് അനുഭവിച്ച അതാണ് എൻ്റെ അല്ല, അതിനു വേണ്ടി ജീവിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അത് നേടിയില്ലെങ്കിൽ എത്ര വയസ്സ് കഴിഞ്ഞാലും എന്തേലും പഠനം കഴിഞ്ഞാലും, sorry to tell you, you are a big zero. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സത്യമേ ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാൻ ചേർന്നിടുന്നു. കൈകൾ ഉയർത്തി പാടാമോ? ആരാധന 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 അഭിഷേകം ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ അവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങിൽ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ആരാധന ആരാധന ആരാധന
വിശ്വസിക്കുന്നു.